coordination compound. Okay, coordination compound എന്താണ് ആദ്യം ഒന്ന് എഴുതിക്കോ എന്താണുള്ളത്. Coordination compounds are അല്ലെങ്കിൽ they are the compounds formed by transition method ബ്രാക്കറ്റിൽ വേണമെങ്കിൽ D block elements എന്ന് കൊടുത്തു. D block elements in which these metal or ions are bonded to a number of anion or neutral molecule. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. അത് എഴുതിയിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. they are the backbone of modern inorganic and bioinorganic chemistry. അല്ലെങ്കിൽ modern inorganic and വേണ്ട, modern inorganic bioinorganic chemistry and chemical industry. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ കോമ്പൗണ്ട് എന്ന് നമ്മൾ കരുതുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിനെയാണ് വലിയ ശാഖകളാക്കി പഠിച്ച് നമുക്ക് ഇന്ന് ഇപ്പം +2 കെമിസ്ട്രിയിൽ ഒരു ബുക്ക് കംപ്ലീറ്റ് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഇതിൽ കംപ്ലീറ്റ് ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ മാത്രമല്ല, ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബാക്ക് ബോൺ കൂടെയാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രിയുടെയും ബാക്ക് ബോൺ ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരത്തിലും അല്ലെങ്കിൽ പ്ലാന്റിലുമൊക്കെ ഉള്ള ചില കോമ്പൗണ്ടുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള ഒരു സംഭവമാണ് ഹീമോഗ്ലോബിൻ, അല്ലെ? ബ്ലഡിലുള്ളതാണ് ഹീമോഗ്ലോബിൻ, അല്ലെ? നമ്മൾ ഇന്ന് ശ്വസിക്കാൻ കാരണക്കാരൻ ആ ഹീമോഗ്ലോബിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിക്കകത്ത് വരുന്ന ഒരു സംഭവമാണ്. അതേപോലെ പ്ലാന്റിന് ഗ്രീൻ കളർ കൊടുക്കുന്ന ക്ലോറോഫിൽ ഇല്ലേ, അതേപോലെ തന്നെ ചില പ്ലാന്റിന് കളർ കൊടുക്കുന്ന മഞ്ഞ കളറുണ്ട്. അതേപോലെ തന്നെ ചില ഫ്ലവേഴ്സിന് പല കളറുണ്ട്. ഇതെല്ലാം കൊടുക്കുന്ന ഓരോ പിഗ്മെന്റ്സ് ആണ്. ഈ പിഗ്മെന്റ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. അത് ഞാനിപ്പോൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഞാനൊന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള ആൾക്കാരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും അവരുടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്.
ആ സെൻട്രൽ ആറ്റത്തിന് ചുറ്റിനും അത്തപ്പൂ ഇട്ട പോലെ തന്നെ പല 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 ആനിയോൺസ് ഉണ്ടാവാം. ആനിയോൺസ് മീൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആളും ഉണ്ടാവാം, ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസും ഉണ്ടാവാം. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആർ ഫോംഡ് ബൈ ട്രാൻസിഷൻ മെറ്റൽ. ട്രാൻസിഷൻ മെറ്റൽ ആരാ? ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണ് ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുന്നത്. അവരുടെ ഇൻ വിച്ച് ദീസ് മെറ്റൽ ആറ്റം ഓർ അയോൺസ് ആർ ബോണ്ടഡ് ടു നമ്പർ ഓഫ് ആനിയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾ. അത് ബോണ്ട് ചെയ്തിരിക്കുന്നത്, ചുറ്റിനും ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനിയോൺസുമായിട്ടോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂള് ആയിട്ടായിരിക്കും അത് എന്ത് ചെയ്തിരിക്കുന്നത്, ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഇവര് മോഡേൺ ഓർഗാനിക് കെമിസ്ട്രിയുടെയും ഇനോർഗാനിക് കെമിസ്ട്രിയുടെയും ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെയും അതേപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രിയുടെയും ഒരു ബാക്ക് ബോൺ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ശരീരത്ത് ഉള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രക്ചർ വൈസ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ വരയ്ക്കണ്ട കേട്ടോ, ഇത് ഓർഗാനിക് എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. എനിക്ക് വലുതായിട്ട് ഇത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് ഞാനൊരു റഫായിട്ടൊരു സാധനം മാത്രമേ വരയ്ക്കുന്നുള്ളൂ. എനിക്കത് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വരച്ചൊന്നും പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, വരയ്ക്കുന്നതേ ഉള്ളേ. അപ്പം ഇത് ഇങ്ങനെ എഫ്, ഇതാണ് സെൻട്രൽ മെറ്റൽ. എഫ് ഇ നോക്കി, എഫ് ഇ എന്ന് പറയുന്നത് അയൺ അല്ലേ, അയൺ ഒരു ഡി ബ്ലോക്ക് എലമെന്റ്. ഡി ബ്ലോക്കിന്റെ ചുറ്റിനും കുറെ ആൾക്കാർ ബോണ്ട് ചെയ്തിട്ടുണ്ട്, അത് നൈട്രജന്. ഇനി നോക്കി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ, ഇവിടെയും അതേപോലെ ഇങ്ങനെ ഇങ്ങനെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെയും. അതേപോലെ വരയ്ക്കല്ലേ, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരയ്ക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഇനി നോക്കിയോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നിട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോണ്ട് വരും. ഇതെല്ലാം ബോണ്ടുകളാണ് കേട്ടോ, ഞാനിപ്പോൾ വരച്ച എല്ലാം ബോണ്ടുകളാണ്. നോക്കിയോ, ഇവിടെ നിന്ന് അതേണ്ട ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഓക്കെ, ഇനിയും ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടോട്ട് ഇവിടെ ഒരു സി, ഇവിടെ ഒരു സി ഡബിൾ ബോണ്ട്. അതേപോലെ തന്നെ ഇത് വരയ്ക്കേണ്ട കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നേ. ഇവിടെ സി ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു സി. അതേപോലെ തന്നെ നോക്കിയോ, ഇവിടെ വരുമ്പോൾ ഇത് സി ഡബിൾ ബോണ്ടോ ഒ എച്ച്, കണ്ടോ ഇങ്ങനെ ഇങ്ങനെ. ഇനി ഇവിടെയും കൂടെ ഉണ്ട്, ഞാൻ ജസ്റ്റ് എന്താ ഇവിടെ ഇപ്പൊ വരുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ എന്താ സി ബോണ്ടഡ് വിത്ത് സി ഡബിൾ ബോണ്ടോ, ആ സിയെ തന്നെ ഒ എച്ച്, കണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന. അതുപോലെ ഇവിടെ ഒരു കാർബൺ, അതേപോലെ തന്നെ ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. ഓക്കെ, അങ്ങനെ ഓരോരുത്തടത്തും ഓരോ ആൾക്കാർ ഇങ്ങനെ അത്തപ്പൂ ഇട്ട പോലെ. ഇവിടെ ഡബിൾ ബോണ്ട് ഒക്കെ ഉണ്ടോ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, അതേപോലെ ഇവിടെ ഒരു എന്താണ് ഡബിൾ ബോണ്ട്, അതേപോലെ തന്നെ എന്താ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. കണ്ടോ ഇവിടെ ഒക്കെ ഡബിൾ ബോണ്ടുകളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. കണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം അഥവാ അയോൺ എന്ന് പറയുന്നത് എഫ് ആണ്. എഫ് ഒരു എന്താണ്, ട്രാൻസിഷൻ മെറ്റൽ ആണ്. ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുമ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അതിനു ചുറ്റിനും കണ്ടോ അത്തപ്പൂ പോലെ തന്നെ കുറെ ആൾക്കാരെ കണ്ടോ. അപ്പം ഇവരാണ് ഇവരാണ് നമ്മുടെ എന്താ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറുകളൊക്കെ ഇരിക്കുക. ഇങ്ങനെയല്ല ഈ എല്ലാ കോർഡിനേഷൻ കോമ്പൗണ്ടും ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഞാൻ ജനറൽ നിങ്ങൾക്ക് വരയ്ക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് കോർഡിനേഷൻ. ഞാൻ ഇന്ന് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് വന്ന പിള്ളേരോട് ചോദിച്ചു, എന്താണ് മക്കളെ കോർഡിനേഷൻ കോമ്പൗണ്ട്, സ്കൂളിൽ പഠിപ്പിച്ചല്ലേ, അവർക്ക് അറിയത്തില്ല. അപ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ ഈ ക്ലാസ് കഴിയുമ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെന്ന് പറയാനായിട്ടുള്ള ഒരു അറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാനിത് എന്ത് ചെയ്തത്, വരച്ചത്. അല്ലാതെ എനിക്കിത് വരയ്ക്കാൻ അറിയത്തില്ല, ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ഒക്കെ നീറ്റായിട്ട് വേണം. ഇത് കുറെ കാര്യങ്ങളിലൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് വരച്ചതേ ഉള്ളൂ, ഇത് വരയ്ക്കുകയേ വേണ്ട. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, ഇനിയും നമുക്ക് ക്ലോറോഫിൽ, അടുത്ത ക്ലോറോഫിൽ, അതിന്റെ സ്ട്രക്ചർ ഉണ്ട് കേട്ടോ, അത് ഞാൻ വരയ്ക്കുന്നില്ല. ഈ അത്തപ്പൂ ഇട്ട പോലെ തന്നെ ഇരിക്കും. അപ്പം അത് ഞാൻ വരയ്ക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഇതിന്റെ താഴോട്ട് നമ്മൾ ആ മറ്റേ എന്താണ് വേറെ ബാക്ക് ബോൺ എന്ന് എഴുതിയില്ലേ, അതിന്റെ താഴോട്ട് ഇപ്പൊ ജോയിൻ ചെയ്തവരെല്ലാം അര പേജ് വിട്ടിട്ട് താഴോട്ട് എഴുതുക, എക്സാമ്പിൾ എന്ന് എഴുതുക, എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് K4 ബ്രാക്കറ്റില് FE CN എഴുതിയിട്ട് അവിടെ ഒരു നോർമൽ ബ്രാക്കറ്റ്, ഇത് സ്ക്വയർ ബ്രാക്കറ്റും നോർമൽ ബ്രാക്കറ്റും 4 എന്ന് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട്. അതേപോലെ തന്നെ കൊബാൾട്ട്, CO, കൊബാൾട്ട്, C ചെറിയ O ആണ്, CO
ബ്രാക്കറ്റിൽ നോർമൽ ബ്രാക്കറ്റിൽ NH3 4 ടൈംസ് Cl2 ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് Cl ഇത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്. അതായത് നേരത്തെ നമ്മൾ വരച്ച ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ കണ്ടൻസ്ഡ് ഫോമിൽ എഴുതുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. Fe വന്നു അങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഇരിക്കും. ഓക്കെ, അതതിന്റെ സ്ട്രക്ചറാണ് വരച്ചത് നേരത്തെ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്താ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ടുകളെ പറ്റി നമ്മൾ വിചാരിക്കും ഓർഗാനിക് കോമ്പൗണ്ടിനെ പറ്റി പഠിക്കാനാണ് ഭയങ്കര പാട്, ഓർഗാനിക് കെമിസ്ട്രി ആണ് ഭയങ്കര പാട്. അതിനേക്കാളും പാടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ അതിന് സ്ട്രക്ചർ വരയ്ക്കാനുള്ള ഇവിടെയും ഐസോമറിസവും അതേപോലെ തന്നെ അങ്ങനെ കുറെ ടൈപ്പ് കൺസെപ്റ്റുകളൊക്കെ പഠിക്കാനുണ്ട്, അതിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ബേസിക്കലി എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡി ബ്ലോക്ക് എലമെന്റിനെ ഫോക്കസ് ചെയ്ത് ഡി ബ്ലോക്ക് എലമെന്റ് സെന്ററിൽ വന്നുകൊണ്ട് ബാക്കി കുറേ ആൾക്കാർ ഇങ്ങനെ ചുറ്റിനും വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനിയും അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡബിൾ സോൾട്ട് എന്ന് പറയുന്ന ടൈപ്പ് വിഭാഗം ആൾക്കാരും ഈ കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം, അതാണ് ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പൊ ഡബിൾ സോൾട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അതിൽ നിന്ന് ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന് എന്ത് വ്യത്യാസം എന്നത് പറഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം ഡബിൾ സോൾട്ട് എന്ന ചെറിയൊരു ഹെഡിങ് എഴുതിക്കും. ഡബിൾ സോൾട്ട് എന്ന് എഴുതുക. ഡബിൾ സോൾട്ട് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോ, എ ഡബിൾ സോൾട്ട് dissociate to give double salt dissociate to give all the ions present in the compound. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിനകത്ത് ഏതൊക്കെ അയോൺ ഉണ്ടോ ആ അയോൺസിനെ ഏതൊക്കെ, അതായത് നമുക്കറിയാലോ നമുക്ക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് അയോൺസ് ചേർന്നിട്ടാണ്. അപ്പം ആ കോമ്പൗണ്ടിനകത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിനകത്ത് എല്ലാ ആൾക്കാരും അയോൺസ് ആയിട്ട് മാറുവാണെങ്കിൽ അതൊരു ഡബിൾ സോൾട്ട് ആയിരിക്കും. ഓക്കെ, അത് ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ ഒഴിച്ചിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. വാട്ടർ ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് സ്പ്ലിറ്റ് ആവും. ഡിസോസിയേറ്റ്, അതിനെ ഡിസോസിയേഷൻ അയോണൈസേഷൻ എന്നൊക്കെയാണ് പറയപ്പെടുക. അപ്പം നമുക്ക് നോക്കാം, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. MgCl2 KCl ഡോട്ട് 6H2O ഇതൊരു ഡബിൾ സോൾട്ട്. ഇവന്റെ പേര് കാർണലൈറ്റ് എന്ന് പറയും. ഇവനെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ഡിസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെയാണ് സൈഡ്, ആരോ ഇട്ടാലും കുഴപ്പമില്ല, സിംഗിൾ സൈഡ് ആരോ ഇട്ടാലും കുഴപ്പമില്ല. ഡിസോസിയേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇത് റിവേഴ്സിബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്റെ നോട്ടിനകത്ത് ഞാൻ ആരോ ഇങ്ങനെ ഡബിൾ സൈഡ് റിവേഴ്സിബിൾ അല്ല ഇട്ടിരിക്കുന്നത്, ജസ്റ്റ് ആരോ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആരോ ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മൊത്തം ആൾക്കാരും അയോൺസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഏതൊക്കെ അയോണാ, Mg2+ ഉണ്ട്, 2 Cl- അയോൺസ് ഉണ്ട്, വീണ്ടും K+ അയോൺ ഉണ്ട്, വീണ്ടും ഒരു Cl- ഉണ്ട്. ഈ 6H2O ഡിസോസിയേറ്റ് ചെയ്യത്തില്ല, അത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണ്, വാട്ടർ ക്രിസ്റ്റൽ ഫോമിൽ ഇരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് അവിടെ നിൽക്കട്ടെ. അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് FeSO4 NH4 twice SO4 6H2O. ഇതിനെ ഡിസോസിയേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിനെ ഡിസോസിയേഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടെ Fe2+ അയോൺ ഉണ്ടാവും, അവിടെ ഒരു SO4 2- അയോൺ ഉണ്ടാവും. അതേപോലെ തന്നെ അമോണിയം അയോൺ NH4+ 2 എണ്ണം ഉണ്ടാവും, കാരണം NH4 twice ആണ്. പിന്നെ വീണ്ടും ഒരു SO4 2- അയോൺസ് ഉണ്ടാവും. കണ്ടോ, ഇതിനെ നമ്മൾ മോർ സോൾട്ട് എന്നാ പറയാ. ഇതിനെ മോർ, ഇത് പഠിച്ചോണം കേട്ടോ, ഇതൊക്കെ പഠിച്ചോണം, ഇതിന്റെ ഫോർമുലയൊക്കെ പഠിച്ചോണം. പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിലും അതിന്റെ മുമ്പിലത്തെ വർഷങ്ങളിലും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനിയും വേറൊരു കൊട്ടേഷൻ എന്താണ്, ഡബിൾ സോൾട്ട് എടുക്കാം. KAlSO4 twice 12H2O ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് K+ ഉണ്ടാവും, Al3+ ഉണ്ടാവും, SO4 2- 2 എണ്ണം ഉണ്ടാവും. ഇത്രേ ഉള്ളൂ അല്ലേ, ഇത്ര അയോൺസേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവന്റെ പേര് നോക്കിക്കോളൂ, ഇവന്റെ പേര് പൊട്ടാഷ് ആലം എന്നാണ്. പൊട്ടാഷ് ആലം എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് നിങ്ങൾ ഇതിനകത്തോട്ട് വാട്ടർ ഒക്കെ ഒഴിച്ച് ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരും അയോൺസ് ആയിട്ട് മാറി. അതുകൊണ്ട് ഇവനെ നമ്മൾ എന്താന്ന് പറയും, ഡബിൾ സോൾട്ട് എന്ന് പറയും.
നേരെ മറിച്ച് കോർഡിനേഷൻ കോമ്പൗണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ആൾക്കാരും അയോൺസ് ആയിട്ട് മാറുകയില്ല. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. അതും കൂടെ നമുക്കൊന്ന് എഴുതാം, നോക്കിക്കോളൂ. അതും കൂടെ താഴോട്ടൊന്ന് എഴുതാം. കോർഡിനേഷൻ കോമ്പൗണ്ട് വീണ്ടും ഒരു സബ് ഹെഡിങ് കൊടുക്കുക. കോർഡിനേഷൻ കോമ്പൗണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട്. They does not dissociate in solution to give solution to give all ions in the compound. എക്സാമ്പിൾ നമുക്കിപ്പോൾ നേരത്തെ എഴുതിയത് തന്നെ എക്സാമ്പിൾ ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതാം. എന്താ? K4 സ്ക്വയർ ബ്രാക്കറ്റിൽ FeCN 6 ടൈംസ്. ഇതിനെ നിങ്ങൾ ഡിസോസിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചോ. ഡിസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് K പ്ലസും FeCN 6 ടൈംസ് മൊത്തത്തിലാണ് അയോൺ ആയിട്ട് മാറുന്നത്. അതായത് 4 മൈനസ് ഇവിടെ വരും. നമ്മൾ Mg2+ എങ്ങനെയാ അല്ല MgCl2 എങ്ങനെയാ ഫോം ചെയ്യുന്നത്? Mg2+ എന്ന് പറഞ്ഞ അയോണും Cl1- എന്ന് പറഞ്ഞ അയോണും ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ MgCl2 വരും. അതേപോലെ തന്നെയാണ് ഈ ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ഈ അയോൺസിനെ ക്രോസ് ചെയ്തിട്ടായിരിക്കണമല്ലോ ഇത് ഫോം ചെയ്തത്. അതായത് ഇവൻ കംപ്ലീറ്റ് E4 ഇവിടെ വന്നു, E1 ഇവിടെ വന്നു. അങ്ങനെയാണ് K4 FeCN6 എന്ന് വന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോക്കി ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആള് സ്ക്വയർ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആള് ഇവിടെ അയോൺസ് ആയിട്ട് മാറിയിട്ടില്ല. ഇവിടെ ഈ രണ്ട് അയോൺസേ ഫോം ചെയ്തിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഒരു അയോണാണ്, ഇതൊരു അയോണാണ്. കണ്ടോ? അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ടില്ല, അയോൺസ് ആയിട്ട് മാറിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Fe എന്ന് പറയുന്ന സെൻട്രൽ ആറ്റം അല്ലേ, അതിന് ചുറ്റിനും ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ Cn. നേരത്തെ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വരച്ചപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ Feയുമായിട്ട് ഡയറക്റ്റ് ബോണ്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ ഈ നൈട്രജൻ. ഇവനെ ഒന്നും നമുക്ക് അങ്ങനെ പൊട്ടിച്ച് അയോൺസ് ആക്കി മാറ്റാൻ പറ്റില്ല. ഇവരുടെ വെളിയിലൊക്കെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പൊട്ടിച്ച് മാറ്റി അയോൺസ് ആക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അത് പ്രൈമറി ലിങ്കേജ് അല്ലെ പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി എന്നൊക്കെ പറയും. അത് അടുത്ത ടോപ്പിക്കാണ്, അത് നമുക്ക് എടുക്കാം. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം അടുത്തൊരു ഇത് ഇപ്പം CO NH3 4 ടൈംസ് Cl2 സ്ക്വയർ ബ്രാക്കറ്റിന് വെളിയിൽ Cl. ഇത് ഡിസോസിയേറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുക? ഇത് ഡിസോസിയേറ്റീവ് ആണെങ്കിൽ CO NH3 4 ടൈംസ് Cl2 മാത്രം എന്തായിട്ട് അതൊരു 1+. കാരണം ഈ ക്ലോറിന്റെ താഴെ 1 ആണ്, ഇവന്റെ താഴെ 1 ആണ്. അപ്പം മോളിൽ രണ്ടും 1+ 1- ആയിരിക്കും. ഓക്കെ, അപ്പം ഓക്കെ 1+, അതേപോലെ തന്നെ എന്താ Cl1-. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും 2+ഉം 2- വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ടും വെട്ടിക്കളയുമ്പം അതാകത്തില്ലെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ ആവാം, പക്ഷെ ഇവിടെ ക്ലോറിന്റെ വാലൻസി എന്തായാലും 1- അല്ലേ വരുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുടെ വാലൻസിയും 1+ തന്നെ ആയിരിക്കും എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 1+1+ എന്ന് വരും, ഇവിടെ 2+ ഒന്ന് വന്നുകൂടെ, 2- ഒന്ന് വന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അങ്ങനെ അറിയാലോ. ഇപ്പൊ Mg2+ഉം O2- കൂടെ കമ്പൈൻ ചെയ്താൽ എന്ത് വരും? ഇത് രണ്ടും ഒരേ ആളായതുകൊണ്ട് നമ്മൾ MgO ഒന്ന് എഴുതത്തുള്ളൂ. മനസ്സിലായോ? അതേപോലെ വരാമല്ലോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ആലോചിച്ചോണം. ക്ലോറിന്റെ വാലൻസി എപ്പോഴും -1 ആയിരിക്കും എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ടേംസ് അസോസിയേറ്റഡ് വിത്ത് കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കാൻ പോവാണ്. അത് പഠിച്ചു കഴിഞ്ഞാലേ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകത്തുള്ളൂ. അപ്പം അതൊന്ന് നിങ്ങൾ ഇവിടെ പ്ലസ് ഇടണേ. ഡിസോസിയേഷൻ പറയുമ്പോൾ ഇവിടെ 2 അയോൺസ്, അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി അയോൺസ് കണ്ടോ. ഇതിനകത്തൊക്കെ NH3, അപ്പൊ ഇവിടെ അമോണിയ, കൊബാൾട്ട്, അതേപോലെ ക്ലോറിൻ, ഇതിനകത്തെ ആൾക്കാരൊന്നും അയണൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ആലോചിച്ചോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേംസ് അസോസിയേറ്റഡ് വിത്ത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഹെഡിങ് എഴുതിക്കോളൂ, terms associated with the coordination compound. Terms associated with coordination compound.
ടേംസ് അസോസിയേറ്റഡ് വിത്ത് കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് ആ ഓരോന്നിനെ നിങ്ങൾ ഇച്ചിരി അകത്തി വരയ്ക്കണം. ഞാൻ ഈ വരയ്ക്കുന്ന പോലെ തന്നെ K4 ഇച്ചിരി വലുതാക്കിയിട്ട് K4 സ്ക്വയർ ബ്രാക്കറ്റില് FeCN6 ഇച്ചിരി വലുതായിട്ട് തന്നെ എഴുതണേ. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഈ സ്ക്വയർ ബ്രാക്കറ്റിന് വെളിയിൽ ആര് കിടന്നാലും, ഇപ്പൊ ഇവിടെ പൊട്ടാസ്യം കിടക്കുന്നത്, അവനെ നമ്മൾ കൗണ്ടർ അയോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവൻ കൗണ്ടർ അയോൺ ആണ്. ഇവനെ നമ്മൾ കൗണ്ടർ അയോൺ എന്ന് വിളിക്കും. കൗണ്ടർ അയോൺ എന്ന് വിളിക്കും. ഓക്കെ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് കിടക്കുന്ന മൊത്തം ആൾ, അല്ലെ ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ സ്പിയർ. കോർഡിനേഷൻ സ്പിയർ എന്ന് വിളിക്കും. കോർഡിനേഷൻ സ്പിയർ എന്ന് വിളിക്കും. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നോർമൽ ബ്രാക്കറ്റ് ഉണ്ടല്ലോ. നോർമൽ ബ്രാക്കറ്റിനകത്തെ ആളിനെ നമ്മൾ വിളിക്കുന്നത് ലിഗാൻഡ് എന്നാണ്. ലിഗാൻഡ് എന്ന് വിളിക്കും. ആ ലിഗാൻഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെൻട്രൽ മെറ്റൽ. നമ്മൾ നേരത്തെ ഹിമോഗ്ലോബിൻ ഒക്കെ വരച്ച സമയത്ത് നടുക്കുള്ള ആള്, അവൻ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയും. ഇവൻ സെൻട്രൽ മെറ്റൽ ആറ്റമാണ്. സെൻട്രൽ മെറ്റൽ ആറ്റം. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇതിന് ചുറ്റിനും അങ്ങ് എഴുതിയാൽ മതി. സെൻട്രൽ മെറ്റൽ ആറ്റമാണ്. ഓക്കെ. ഇനി ഒരു കാര്യം ആലോചിച്ചോണം. നമ്മൾ സാധാരണ ഇപ്പൊ MgCl2 എഴുതുമ്പോൾ നിങ്ങൾ ഒരിക്കലും Cl2Mg എന്ന് എഴുതത്തില്ലല്ലോ. കാരണം കാറ്റിയോണിക് പാർട്ട് ആയിരിക്കണം ആദ്യം വരേണ്ടത്, ആനിയോണിക് പാർട്ട് ആയിരിക്കണം രണ്ടാമത് വരേണ്ടത്. ഇവിടെയും അതേപോലെ തന്നെയാണ്. അപ്പൊ എപ്പോഴും കാറ്റിയോണിക് പാർട്ടാണ് ഫ്രണ്ടിൽ എഴുതുന്നത്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ കൗണ്ടർ അയോൺ ആയിരിക്കുന്ന ആള് തന്നെയാണ് ഇവിടുത്തെ കാറ്റിയോൺ. അതായത് ഇത് ഇവിടുത്തെ കാറ്റിയോണും കൂടെയാണ്. കാറ്റിയോണിക് പാർട്ട് അങ്ങനെ എഴുതിയാൽ മതി. കാറ്റിയോണിക് പാർട്ടാണ്. അപ്പം ഉറപ്പായിട്ടും ഇപ്പുറത്തെ ഈ കോർഡിനേഷൻ സ്പിയറിലുള്ള ആളാരാ? ഇവൻ ആനിയോണിക് പാർട്ടാണ്. ഇവൻ ആനയോണിക് പാർട്ടാണ്. ആനയോണിക് പാർട്ടാണ്. ആനയോണിക് പാർട്ട്. ഓക്കെ ആണല്ലോ. അത് നമുക്ക് വേറൊരു കോമ്പൗണ്ടും കൂടെ നമുക്ക് എടുക്കാം. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. വേറൊരു കോമ്പൗണ്ടും കൂടെ നമുക്ക് എടുക്കാം. CO കൊബാൾട്ട് ആണ്. C ക്യാപിറ്റലും O ചെറുതുമാണ്. CO NH3 6 ടൈംസ് സ്ക്വയർ ബ്രാക്കറ്റില് അതിന്റെ വെളിയിൽ Cl2. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ കൗണ്ടർ അയോൺ എന്ന് പറഞ്ഞത് ഇതായിരിക്കും. കാരണം സ്ക്വയർ ബ്രാക്കറ്റിന് വെളിയിൽ എവിടെ ആര് കിടന്നാലും അത് കൗണ്ടർ അയോൺ ആണ്. അപ്പൊ ഇത് കൗണ്ടർ അയോൺ ആണ്. ഇവനെ മൊത്തത്തിൽ നമ്മൾ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുന്നു. കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുന്നു. ഇവനെ മാത്രം നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നു. ഇവനെ നമ്മൾ ലിഗാൻഡ് എന്ന് പറയുന്നു. ഇനി ഇവിടത്തെ കാറ്റിയോണിക് പാർട്ട് ഏതാണെന്നറിയോ? ഈ കോർഡിനേഷൻ സ്പിയർ മൊത്തത്തിലാണ് ഇവിടുത്തെ കാറ്റിയോണിക് പാർട്ട്. ഇതാണ് കാറ്റിയോണിക് പാർട്ട്. ഇവൻ മൊത്തത്തിലാണ് കാറ്റിയോണിക് പാർട്ട്. കണ്ടോ? അപ്പൊ മാറി. നേരത്തെ കോർഡിനേഷൻ സ്പിയർ ആനിയോണിക് സൈഡിലായിരുന്നു, ഇപ്പൊ അത് കാറ്റിയോണിക് സൈഡിൽ വന്നു. അങ്ങനെ മാറാം. കാറ്റിയോണിക്. അതേപോലെ തന്നെ ഇതെന്താ? ഇത് ആനിയോണിക് പാർട്ട്. ഓക്കെ. അങ്ങനെ ഏത് കോമ്പൗണ്ട് വന്നാലും ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്.
അടുത്ത ഹെഡിങ് എഴുതിക്കോ. വെർണേഴ്സ് തിയറി 3 മാർക്കിന് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ കഴിഞ്ഞ വർഷവും എന്താണ് ഈ തിയറികളൊന്നും അങ്ങനെ, അതായത് ലോകൾ വെർണേഴ്സ് തിയറി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ചോദിക്കാറില്ലായിരുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം അത് ചോദിച്ചത്. അപ്പോൾ അത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വെർണേഴ്സ് തിയറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് ഓരോ ലോ പറയുന്ന പോലെ തന്നെ ഒരു കൺസെപ്റ്റ് ആണ് ഇതും, വെർണേഴ്സ് തിയറിയും. അപ്പം വെർണേഴ്സ് തിയറി എന്താന്ന് നോക്കാം. WERNER, വെർണേഴ്സ് തിയറി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് സബ് ഹെഡിങ് ആയിട്ട് പോസ്റ്റുലേറ്റ് എന്ന് എഴുതുക. ആ ലോയുടെ, ആ തിയറിയുടെ പോസ്റ്റുലേറ്റ്. ഒന്നാമത്തേത് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട് metals shows two types of linkages or valency. അതായത് വാലൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചത് കമ്പൈനിങ് കപ്പാസിറ്റി, അതായത് എത്ര ഇലക്ട്രോൺസ് കൊടുത്താണോ മേടിച്ചാണോ ബോണ്ട് ഫോം ചെയ്യുന്നത് അവരുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം കോമ്പിനേഷൻ അല്ലേ. അതായത് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ലിഗാൻഡ് ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ചെയ്യുന്നു. ഇനിയും അത് ഉൾപ്പെടുന്ന ആൾക്കാരുമായിട്ട് അതിന് പുറത്ത് കിടക്കുന്ന കൗണ്ടർ അയോൺ ബോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ 2 ടൈപ്പ് ബോണ്ടിങ് ഉണ്ട് എന്തായാലും. അതിലൊരു ടൈപ്പ് ബോണ്ടിങ്ങിനെ നമ്മൾ പ്രൈമറി ലിങ്കേജ് അല്ലെങ്കിൽ പ്രൈമറി വാലൻസി എന്നും, അടുത്ത ഇതിനെ നമ്മൾ സെക്കൻഡറി ലിങ്കേജ് അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി എന്നുമാണ് പറയുന്നത്. അപ്പം അത് പ്രൈമറി ലിങ്കേജ് അല്ലെങ്കിൽ പ്രൈമറി വാലൻസി. ഇത് സെക്കൻഡറി വാലൻസി. ലിങ്കേജ് എന്ന് എഴുതേണ്ട, വാലൻസി എന്ന് എഴുതിയാൽ മതി. പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പടം വരച്ചപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മളിവിടെ മറ്റേ ഇതിന്റെ പടം വരച്ച സമയത്ത് നോക്കിയേ, ഈ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ അതല്ലാതെ അതുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളത്, അതായത് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ആൾക്കാർ, ലിഗാൻഡുമായിട്ടൊക്കെ എന്താണ് ലിങ്ക് ആയിട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ ആ കംപ്ലീറ്റ്ലി ആ കോർഡിനേഷൻ സ്പിയറുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ആളാണ് നമ്മൾ പറഞ്ഞ കൗണ്ടർ അയോൺ. അപ്പം അങ്ങനെ 2 ടൈപ്പ് ലിങ്കേജസ് അവിടെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അതിലൊരു ലിങ്കേജിനെയാണ് പ്രൈമറി എന്നും മറ്റേ ലിങ്കേജിനെ സെക്കൻഡറി എന്നും പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിനെയും ഇതിന്റെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റിനകത്ത് പറയുന്നത് ദ പ്രൈമറി വാലൻസീസ് are normally ionizable, and are satisfied by negative ions. ഓക്കെ, ഇനിയും അതേപോലെ തന്നെ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് എഴുതേണ്ടത് സെക്കൻഡറി വാലൻസീസ്. ദ സെക്കൻഡറി വാലൻസി ആർ നോൺ അയണൈസബിൾ. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, തൽക്കാലം എഴുതിക്കും. നോൺ അയണൈസബിൾ, and they are satisfied
are satisfied by neutral molecule or negative ion ബാക്കിയായിട്ട് the secondary valency is equal to coordination number. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം എന്താണ് കോർഡിനേഷൻ നമ്പർ എന്നുള്ളത്. കോർഡിനേഷൻ നമ്പർ തൽക്കാലം സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പഠിക്കാം. and is fixed for a metal അതേപോലെ തന്നെ the ions or group bonded by the secondary linkage to the metal have characteristic spatial arrangement corresponding to different coordination number ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചുമ്മാ മനസ്സിലാക്കുക. ഇതിനകത്തെ ആദ്യത്തെ മൂന്നെണ്ണം ഞാൻ ക്ലിയർ ആയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. ബാക്കി നാലാമത്തേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഞാനിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആള് K4FeCN6 ടൈംസ് ഇത് സ്ക്വയർ ബ്രാക്കറ്റിൽ ആണ്. ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതിന് നെയിമിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യുന്ന പോലെ തന്നെ അതിന് IUPAC അതിനൊരു നിയമം ഉള്ള പോലെ തന്നെ ഇവിടെ നിയമം ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നെയിം ചെയ്യേണ്ടത്. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, നെയിമിംഗ് അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് നിങ്ങൾ നേരത്തെ ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ഡിസോസിയേറ്റ് ചെയ്തത്? K പ്ലസും FeCN6 ടൈംസും മൊത്തത്തിൽ 4 മൈനസും ഇങ്ങനെയായിരുന്നു ഡിസോസിയേറ്റ് ചെയ്തത് ആണോ? അതിനർത്ഥം എന്താ? ഇത് അയോണൈസബിൾ അല്ല. ഏതാ? ഈ കോർഡിനേഷൻ സ്പിയറിനകത്ത് കിടക്കുന്ന ആൾക്കാർ അയോണൈസബിൾ അല്ല. അപ്പം നമ്മൾ അത് അവിടെ എഴുതിയിരിക്കുന്നത് 2 ടൈപ്പ് ലിങ്കേജസ് ഉണ്ട്. ഒന്ന് സെൻട്രൽ മെറ്റൽ ആറ്റവും ഒന്ന് ഈ ലിഗാൻഡും സെൻട്രൽ മെറ്റൽ ആറ്റവും തമ്മിലുള്ളതും ഒന്ന് ഈ കോർഡിനേഷൻ സ്പിയറും കൗണ്ടർ അയോണുമായിട്ടുള്ളതും. ഓക്കെ ആണല്ലോ? അപ്പൊ അതിനാണ് പ്രൈമറി സെക്കൻഡറി എന്ന് പറയുന്നത്. പ്രൈമറി നോർമലി അയണൈസബിൾ ആണ്. പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താ? പ്രൈമറി രണ്ടിത, അതായത് ഈ കൗണ്ടർ അയോണും ഇവന്മാരുമായിട്ട് അത് അയോണൈസബിൾ ആണ്. കണ്ടോ? അത് അയോൺസ് ആയി. പക്ഷെ സെക്കൻഡറി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടത്തെ നമ്മുടെ ആ ലിഗാൻഡുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത് അത് സെക്കൻഡറി വാലൻസി നോൺ അയണൈസബിൾ ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഈ ലിഗാൻഡ്. ഈ ലിഗാൻഡ് ഒന്നെങ്കിൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺ ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂളും ആവാം. H2O, NH3 പോലെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആണ്. CN, Cl ഒക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോർഡിനേഷൻ സ്പിയറും ആ കൗണ്ടർ അയോണും ഫോം ചെയ്യുന്നതാണ്. അത് അയോണൈസബിൾ ആണ്. എന്നാൽ സെക്കൻഡറി വാലൻസി നോൺ അയണൈസബിൾ ആണ്. അത് കോർഡിനേഷന്റെ അകത്ത് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ബോണ്ടാണ്. അത് നോൺ അയണൈസബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ഒരു നെഗറ്റീവ് അയോണോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മോളിക്യൂളോ ആയിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. നേരത്തെ Feയുടെ ചുറ്റിനും
4N വരച്ചില്ലേ? ആ 4N വരയ്ക്കുന്നതിന് പകരം ഇപ്പൊ ഇവിടെ CN വന്നിരിക്കുന്നേ ഉള്ളൂ. CN 6 എണ്ണമാണ്. അപ്പം ഇവിടെ ഒരു CN, ഇവിടെ ഒരു CN വരും. ഇതാണ് കൺസെപ്റ്റ്. അപ്പം ഇത് എന്താണ് ഈ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇത് അയണൈസ് ചെയ്യാം. ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ സ്ട്രോങ് ബോണ്ടാ. ഇത് നമുക്ക് അയണൈസ് ചെയ്യാൻ പറ്റൂല. അതാണ് അവിടെ പറയുന്നത്. അതാണ് സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത്. പ്രൈമറി വാലൻസി ഇതിന്റെ പുറത്തുള്ള കൗണ്ടർ അയോണുമായിട്ട് ഈ കോർഡിനേഷൻ സ്ക്വയറി മേക്ക് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പം അത് മാത്രം തൽക്കാലം ഒന്ന് ഓർത്തിരുന്നു. അത് പിന്നെ വെർണേഴ്സ് തിയറിയുടെ മൂന്നാമത്തെ പറയുന്നത് സ്ട്രക്ചർ പറയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇവർക്കെല്ലാം ഒരു സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ട്. അതായത് 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. നമ്മൾ ഡാഷ് ആൻഡ് വെഡ്ജ് ഷേപ്പ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? അതായത് ഒരിക്കലും നമ്മൾ CH3 CH4 ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇത് അതിന്റെ 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? അതായത് ഡാഷ് ആൻഡ് വെഡ്ജ് ഷേപ്പ് അനുസരിച്ച് രണ്ട് എച്ച് ഒരേ പ്ലെയിനിലായിരിക്കും. പക്ഷെ മറ്റേ എച്ച് എന്താ? ഓപ്പോസിറ്റ് ആയിട്ട് കണ്ടോ, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. നമ്മളത് ഹാലോ ആൽക്കൈൻ ഹാലോ അരീൻസിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ് ഇല്ലേ? പഠിക്കാത്തവർക്ക് അത് ഓർത്ത് വെച്ചോണം. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് പ്ലെയിനിൽ പോകുന്നു അങ്ങോട്ടേക്ക്. അതേപോലെ തന്നെ ഈ ബോണ്ട്, ഈ ഡാർക്ക് ആയിട്ട് വരച്ചിരിക്കുന്ന ബോണ്ട് നമ്മുടെ അങ്ങോട്ടും, പിന്നെ ഇത് രണ്ടെണ്ണം ഒരേ പ്ലെയിൻ. ഇത് 3 ഡയമെൻഷനിൽ. ഇതേപോലെ തന്നെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആർക്കുണ്ട്? നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്. അതിനെ പറ്റിയാണ് വെർണസ് തിയറിയുടെ ലാസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഈ ലിഗാൻഡ് പല ടൈപ്പ് ഉണ്ട്. ആ ലിഗാൻഡിനെ പറ്റിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് ടൈപ്സ് ഓഫ് ലിഗാൻഡ് എന്ന ഹെഡിങ് എഴുതുക. ടൈപ്സ് ഓഫ് ലിഗാൻഡ്. ഓക്കെ, ടൈപ്സ് ഓഫ് ലിഗാൻഡ് പറയുന്നതിന് മുമ്പ് ഡെൻസിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമുക്കറിയാം ലിഗാൻഡ് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലിഗാൻഡിന് എത്ര ബൈൻഡിങ് സൈറ്റ് ഉണ്ട് എന്നുള്ള കണക്കാണ് ഡെൻസിറ്റി പറയുന്നത്. ഡെൻസിറ്റി. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: നമ്പർ ഓഫ് ബൈൻഡിങ് സൈറ്റ്. number of binding sites in a ligand. ഒരു ലിഗാൻഡിൽ എത്ര ബൈൻഡിങ് സൈറ്റ് ഉണ്ടോ അതാണ് അതിന്റെ ഡെൻസിറ്റി. ഈ ബൈൻഡിങ് സൈറ്റിന്റെ മാറ്റം അനുസരിച്ചാണ്, വ്യത്യാസം അനുസരിച്ചാണ് ലിഗാൻഡ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ ലിഗാൻഡ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. അതായത് ഒന്നെന്ന് എഴുതിയിട്ട് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ഹൈഫൻ ഇട്ടിട്ട് എഴുതുക. when a ligand is bonded to a metal atom through metal ion എന്ന് കൊടുക്കാം കേട്ടോ. അയോൺസ് അല്ല, അയോൺസ് ആയിട്ടാണ്. മെറ്റൽ അയോൺ ആറ്റം എന്ന് കൊടുത്താലും കുഴപ്പമില്ല. മെറ്റൽ അയോൺ through single donor atom. അതായത് നിങ്ങളിപ്പോ നേരത്തെ കണ്ടില്ലായിരുന്നോ? അതായത് എഫിയുടെ ചുറ്റിനും 4 N കണ്ടില്ലായിരുന്നോ? അപ്പൊ ഈ N എന്ന് പറയുന്നത് ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇതിന് പകരം Cl വരുവാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇതിന് പകരം 4 Cl വരുവാന്ന് വെച്ചോ. അപ്പൊ 4 Cl വരുവാണെങ്കിൽ ഈ Cl എന്ന് പറയുന്ന ലിഗാൻഡ് ആണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അത് ഒറ്റ ബൈൻഡിങ് സൈറ്റ് ആണ്. അതായത് ഈ Cl-ന് ഡയറക്റ്റ് ഒറ്റ ഡോണർ ആറ്റമേ ഉള്ളൂ. ആ Cl ത്രൂ തന്നെയാണ് അവനുമായിട്ട് എന്ത് ചെയ്യുന്നത്? ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒറ്റ ബൈൻഡിങ് സൈറ്റ്. ഇവിടെ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് എന്താ? when a ligand is bonded to a metal ion through a single donor atom. അങ്ങനെ പറയുന്നതിന് പകരം ഒറ്റ ബൈൻഡിങ് സൈറ്റേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. ഒറ്റ ബൈൻഡിങ് സൈറ്റ് ഉള്ളതാണ് നമ്മുടെ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് എഴുതാം. ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് രണ്ടാമത്തേത്. അല്ല, ഇതിന് എക്സാമ്പിളും കൂടെ എഴുതിക്കണേ. എക്സാമ്പിൾ എക്സാമ്പിൾ Cl
ഓക്കെ, ഇനി അടുത്തത് H2O. H2O എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ന്യൂട്രൽ ലിഗാൻഡ്. അതേപോലെ തന്നെ H2O, NH3 അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ഒറ്റ ബൈൻഡിങ് സൈറ്റേ ഉള്ളൂ അതിന്. ഇവിടെ H2Oയിൽ ത്രൂ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റോമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ NH3കകത്ത് Nൽ ത്രൂ ആയിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ബൈൻഡിങ് സൈറ്റേ ഉള്ളൂ, ഒറ്റ ഡോണർ ആറ്റമേ ഉള്ളൂ. ഈ NH3 ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. രണ്ടാമത്തേത് ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്. When a ligand can bind to a metal ion through two binding site, the two donor atom. Binding site അങ്ങനെ പറയുന്നതിലും നല്ലത് two donor atom. അവരാണ് ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്. ആർ കോൾഡ് ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് അങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ എക്സാമ്പിൾ എഴുതുന്നത് എന്താണെന്നറിയോ? NH2 ഞാൻ തിരിച്ചെഴുതുന്നത് NH2 എന്നാണ് ഇത് പറയുന്നത്. NH2 CH2 NH2. ഇവന്റെ പേര് എഥിലീൻ ഡയമീൻ ആണ്. എഥിലീൻ ഡയമീൻ. അതേപോലെ തന്നെ അടുത്തത് ഓക്സലേറ്റ് അയോൺ, അതായത് Cr2O4 2-. ഓക്സലേറ്റ് അയോൺ അല്ല സോറി Cr2O4. ഒരു സെക്കൻഡ്. C2O4 ആണ്, Cr2 അല്ല. C2O4 2-. ഓക്സലേറ്റ് അയോൺ C2O4 2-. ഓക്സലേറ്റ് അയോൺ. ഇത് രണ്ടും ഡൈഡെൻഡേറ്റ്. അതിനർത്ഥം എന്താണെന്നറിയോ? രണ്ട് ഡോണർ ആറ്റം കാണും. അതായത് അറ്റ് എ ടൈം രണ്ട് ആറ്റവുമായിട്ടും ഈ സെൻട്രൽ മെറ്റൽ എന്താ ബോണ്ടഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ രണ്ട് ആറ്റം വെച്ചിട്ടായിരിക്കും സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അറ്റ് എ ടൈം ഒന്നല്ല, രണ്ട് ബൈൻഡിങ് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ രണ്ടിലൂടെയും ഒരുമിച്ച് ബോണ്ടുകൾ അങ്ങോട്ടേക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവന്റെ സ്ട്രക്ചർ ഒന്ന് നീട്ടി വരയ്ക്കുമ്പോൾ മനസ്സിലാവും. നോക്കിയോ, ഇവന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാമോ? ഇങ്ങനെയായിരിക്കും വരയ്ക്കുക. അതായത് ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ പഠിക്കണം. അതിന്റെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു CH2 ഇവിടെ വരയ്ക്കുക, ഒരു CH2 ഇവിടെ വരയ്ക്കുക. എന്നിട്ട് ഇവർ തമ്മിൽ ബോണ്ട് ചെയ്യാം. ഇങ്ങോട്ടേക്ക് ഒരു ബോണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു ബോണ്ട്. ഇവിടെ NH2 ഇങ്ങനെ വിടർത്തിയാണ് കൊടുക്കുന്നത്. കണ്ടോ, ഇവിടെ NH2, അതേപോലെ ഇവിടെ N, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. ഈ രണ്ട് എന്നും സെൻട്രൽ മെറ്റൽ. ഇതാണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ ആറ്റവുമായിട്ട് ഈ രണ്ട് ആൾക്കാരും ബോണ്ട് ചെയ്തിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം അതാണ് നമ്മുടെ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്. രണ്ട് ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ അടുത്ത ഇതാണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. മൂന്നാമത്തേത് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ രണ്ടിലധികം ബൈൻഡിങ് സൈറ്റ് അറ്റ് എ ടൈം ഉണ്ടെങ്കിൽ അവർ പോളിഡെൻഡേറ്റ് ആയിരിക്കും. നമുക്ക് അത് എഴുതാം എങ്ങനെയാണെന്നുള്ളത്. when several donor atom are present in a ligand, the ligand is said to be polydentate.
എക്സാമ്പിൾ EDTA സ്ക്വയർ ബ്രാക്കറ്റ് 4 മൈനസ് ഇവനെ എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റേറ്റ് എന്ന് പറയും. എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റേറ്റ് എന്ന് പറയും. ഇവന്റെ സ്ട്രക്ചർ പഠിക്കണം. കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ വർഷമാണോ ഓർത്തില്ല, സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വരയ്ക്കാൻ. എങ്ങനെയാണെന്നറിയാമോ? ഇത് വരയ്ക്കാൻ ഞാൻ ട്രിക്ക് പറഞ്ഞു തരാം, ഞാൻ പറയുന്ന പോലെ ഓർത്ത് വെക്കുക. ടെട്രാ അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ 4 അസറ്റേറ്റ് ആണ്. അസറ്റേറ്റ് അയൺ എന്ന് പറയുമ്പോൾ CH2COO CH3COO മൈനസ് ആണ് അസറ്റേറ്റ് അയൺ. പക്ഷെ ഇവിടെ ആ അസറ്റേറ്റിന്റെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെയാണ് നമ്മൾ എഴുതുന്നത്. CH2COO മൈനസ് ആയിരിക്കും. അത് 4 എണ്ണം താഴെ അങ്ങോട്ട് എഴുതുക. CH2COO മൈനസ് CH2COO മൈനസ് CH2COO മൈനസ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? കണ്ടോ, ഇതിനെ നമ്മൾ ഒരു രണ്ട് ആൾക്കാരെ ഒരുമിച്ച് ബോണ്ട് ചെയ്യുക, നൈട്രജനിലോട്ട് കൊടുക്കുക, നൈട്രജൻ. ഓക്കെ, എന്നിട്ട് അത് നേരെ കാർബണിലോട്ട് കൊടുക്കുക, രണ്ടും കാർബണിലോട്ട് കൊടുക്കുക. എന്നിട്ട് ആ കാർബണിലോട്ട് ഒരു H2, ഇവിടെ ഒരു H2, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യുക, കാർബണെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇവിടെ O മൈനസ് ഒരു ഡോണർ ആറ്റം, ഈ 4 O മൈനസും ഡോണർ ആറ്റമാണ്. അപ്പം പിന്നെ 2 നൈട്രജനും ഇതും എന്ത് തന്നെയാണ്, ഇതുമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബോണ്ട് പോകും. അപ്പൊ ഇവിടെ 6 ബൈൻഡിങ് സൈറ്റ് ഈ ഒരൊറ്റ മോളിക്കൂളിൽ തന്നെ ഉണ്ട്. അതായത് ഈ ഒറ്റ മോളിക്കൂള് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് 6 ബോണ്ട് അറ്റ് എ ടൈം ഫോം ചെയ്യുന്നതാണ് അതിനർത്ഥം. ഓക്കെ ആണല്ലോ? അപ്പം അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇവിടെ 6 ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. 4 ത്രൂ എന്താ, 4 എണ്ണം, ഔട്ട് ഓഫ് വിച്ച് 4 ത്രൂ ഓക്സിജൻ ആറ്റം സൈറ്റ്സ്, ഔട്ട് ഓഫ് ഇറ്റ് 4 ത്രൂ ഓക്സിജൻ ആറ്റം, 4 ത്രൂ ഓക്സിജൻ ആറ്റം. നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്സിജൻ ആറ്റം അല്ലാതെ പരീക്ഷിക്കുന്ന എഴുതല്ല. ഓക്സിജൻ ആറ്റം ആൻഡ് 2 ത്രൂ നൈട്രജൻ ആറ്റം, 2 ത്രൂ നൈട്രജൻ ആറ്റം. ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്പ് ലിഗാൻഡുകളുണ്ട്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എഴുതിക്കോ, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ അറിയോ, 2 ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും, പക്ഷെ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരെണ്ണമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോണർ ആറ്റമേ സെൻട്രൽ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. അപ്പം ഇങ്ങനെ എഴുതാം ലിഗാൻഡ്. നമ്മൾ ആംബിഡെന്റ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഹാലോ അൽക്കീൻസിനകത്ത് നിങ്ങൾ സ്കൂളിലാണെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങൾ ഓർക്കുക. ഞാൻ ഇവിടെ കുറെ പേരെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാത്തവർ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓർക്കുക. ലിഗാൻഡ് which can bind through two different atom is called ambidendate ligand. നമുക്ക് എന്താ NO2 1 മൈനസ്, അതേപോലെ തന്നെ SCN മൈനസ്, അതേപോലെ തന്നെ CN മൈനസ്. ഇത് നൈട്രേറ്റ്, ഇത് തയോസൈനേറ്റ്, ഇത് മറ്റേ സൈനൈഡ് അയോൺ. ഓക്കെ ആണല്ലോ? ഇതില് നൈട്രജൻ എന്താണ് ത്രൂവും അതേപോലെ സൾഫർ ത്രൂവും ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുണ്ട്. പക്ഷെ അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യത്തുള്ളൂ. ഇവിടെ ഇതിനകത്ത് ഓരോ ഓക്സിജനും നൈട്രജനും ഡോണർ ആറ്റങ്ങളാണ്, ഇവിടെ കാർബണും നൈട്രജൻ ഡോണർ ആറ്റങ്ങളാണ്. അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്.
ഈ ലാസ്റ്റ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കീലേറ്റിംഗ് ലിഗാൻഡ്. കീലേറ്റിംഗ് ലിഗാൻഡ് കീലേറ്റിംഗ് ലിഗാൻഡ് കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റിംഗ് ഷേപ്പിൽ ലിഗാൻഡ് അറ്റാച്ച് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ഇന്ന് പഠിപ്പിച്ചതിന്റെ ഫസ്റ്റ് ടോപ്പിക് മറ്റേ നമ്മുടെ ക്ലോറോഫിലിന്റെ പറഞ്ഞാൽ ക്ലോറോഫിൽ അല്ല നമ്മൾ വരച്ചത്, നമ്മൾ ഹീമോഗ്ലോബിനാണ് വരച്ചത്. ആ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? റിംഗ് ഷേപ്പിലാണ് ആ കോമ്പൗണ്ട് ഇരിക്കുന്നത്. അങ്ങനെ റിംഗ് ഷേപ്പിൽ ലിഗാൻഡ് വരുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ കീലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഈ കീലേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി പോയിസൺസിനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും ഇപ്പൊ മെർക്കുറി പോയിസൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലർന്നു കഴിഞ്ഞാൽ ചില പോയിസൺസ് ഒക്കെ നമ്മൾ കീലേറ്റ്സിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ആപ്ലിക്കേഷനകത്ത് പറയും. ഇതിലേക്കോ ഈ binding ligand forms a ring shaped structure around central metal atom or ion. Such ligands are called chelating ligand. ഇത്രയുള്ള ആ ഹീമോഗ്ലോബിനും ക്ലോറോഫിലും ഒക്കെ അങ്ങനത്തെ കൺസെപ്റ്റിന് എക്സാമ്പിൾ ആണ്, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് കൂടി ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് പെട്ടെന്ന് പഠിക്കാം. വലിയ ഇച്ചിരി പാടുണ്ടാവും, വരയ്ക്കാനൊക്കെ കുറെ ഉണ്ട്. എന്നാലും നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളത് മറക്കത്തില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. എഴുതി കഴിഞ്ഞവർക്ക് ലെഫ്റ്റ് ആവും.